ഗൈസ് പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മളിന്നും വിങ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് കടയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഡ്രം സ്റ്റിക്സും വിങ്സും ഒക്കെ പല പല ടേസ്റ്റും ഫ്ലേവറിലും എരിവിലൊക്കെ കിട്ടും. സോ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചാൽ ഗൈസ്. അപ്പോൾ ബ്രിങ് ദി ഫ്ലേവർ. നമ്മളങ്ങനെ കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിങ് സ്റ്റോപ്പ്, ദ വിങ് എക്സ്പേർട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബിയൻസ് വരുന്നത്. സോ പാസ്റ്ററീസ് എന്ന് പറഞ്ഞ സ്ഥലത്തായതുകൊണ്ട് അത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയറും അതിന് പകരം സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് ഓർഡർ നമ്പർ വരിക. അപ്പം അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. സോ 3 ടൈപ്പ് ഓഫ് ബോൺലെസ് ചിക്കനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ഒരു ബ്രസീലിയൻ ടച്ച് ഉള്ളത്, പിന്നെ ഇത് ആറ്റോമിക് എന്ന് പറഞ്ഞിട്ടൊരു എരിവുള്ള സാധനമാണ്. പിന്നെ നമുക്ക് ചീസ് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഇതൊരു മഷ്റൂമിൻ്റെ ഫ്രിച്ചേഴ്സാണ്, പിന്നെ നമ്മുടെ ട്വിസ്റ്റർ ഫ്രൈസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബ്രസീലിയൻ ഫ്ലേവറായിട്ടുള്ള ചിക്കൻ വരുന്നത്. സോ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. പിന്നെ ഇതാണെങ്കിൽ ബഫല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവറിൽ വരുന്നതാണ്. സോ ഇതുപോലെ നല്ല ജ്യൂസി തന്നെയാണ് എല്ലാം. സോ ഇതൊരു ലെമൺ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ആറ്റോമിക് ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. സോ ഈ സാധനം കുറച്ച് നല്ല എരിവുള്ള ടൈപ്പ് സാധനമാണ്. സോ എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഇത് ട്വിസ്റ്റർ ഫ്രൈസ് ആണ്. നമുക്ക് ശരിക്കും ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു പീസ് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇതല്ല, അതേ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതുപോലെയാണ് ശരിക്കും ട്വിസ്റ്റർ ഫ്രൈസ് ഉണ്ടാവുക. ഇത് ചിലത് കുറച്ച് വലിയ പീസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് മഷ്റൂം ഫ്രിട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. സോ ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. കണ്ട, ഉള്ളിൽ മഷ്റൂം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പോപ്കോൺ ചിക്കനൊക്കെ കിട്ടണ പോലെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ചീസ് ഫ്രൈസാണ്. സോ ചീസ് ഫ്രൈസിൽ നമുക്ക് മയോണീസും ചീസും ഒക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്തൊരു പൊടിയൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്. സോ നമ്മുടെ ഈ ആറ്റോമിക് ചിക്കൻ കഴിച്ചിട്ട് നമ്മുടെ ജാക്സ്പെറോൻ്റെ റിയാക്ഷനാണ് ഇത്. ഒരു കടിയെ കടിച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ആൾക്ക് ഒരുമാതിരിയായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇതാണ് അവൻ്റെ എക്സ്പ്രഷൻ, സീനായിട്ട് ഒടുക്കത്തെ എരിവാന്നാണ് പറഞ്ഞത്. സോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ സാധനം. സോ ആ ജക്സ്പ്രോ കഴിച്ച് ബാക്കി നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. അപ്പോൾ കടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. സീൻ സാധനം, നല്ല എരിവുണ്ട്. ചുണ്ടൊക്കെ ഇപ്പോൾ തന്നെ എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ കഴിച്ച് തീർക്കും? നല്ല 7 പീസ് ഉണ്ട്. സോ എന്തായാലും കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ വിങ് സ്റ്റോപ്പിൽ നിന്ന് ഫുഡ് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡാണ്, അടിപൊളിയാണ്. പിന്നെ ഏറ്റവും സീനായിട്ടുള്ള അറ്റോമിക് ചിക്കൻ അജാക്സ് ഒരു കടി കടിച്ചപ്പിക്കും നിർത്തി. എൻ്റെ വയറിപ്പുറം കത്തിക്കൊണ്ടിരിക്കുകയാണ്, ചുണ്ടെരിയുന്നുണ്ട് ഗൈസ്. സീൻ സാധനമായിരുന്നു. സോ ഇതായിരുന്നു ഞങ്ങളുടെ കിടലൻ വിങ് സ്റ്റോപ്പ് എക്സ്പീരിയൻസ്. കിടലൻ വിങ്സ് കഴിക്കാൻ പറ്റിയ കിടലൻ സ്പോട്ടാണ്. പല ടൈപ്പ് ഉണ്ട്, നമ്മൾ 3 ടൈപ്പ് കഴിച്ചിട്ടുള്ളൂ. ഇന്ത്യൻ ടൈപ്പുകൾ കഴിക്കാണ്ട്. സോ ബാക്കി നമ്മൾ പിന്നീട് കഴിക്കുന്നതായിരിക്കും, ട്രൈ ഔട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏറ്റവും ലോവസ്റ്റ് തൊട്ട് ഏറ്റവും ഹയസ്റ്റ് വരെ എരിവ് വരുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഉള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.